ചെറിയ പാർട്ടികളുടെ പേരിൽ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടിക്ക് വേണ്ടി ഓരോ വാഗ്വാദങ്ങൾ നടത്തിയിട്ട് ഓരോ തർക്കങ്ങൾ നടത്തിയിട്ട് ഇസ്ലാമിനെ പോലും പുച്ഛിക്കുന്ന ചില മുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. രാവിലെ മുഅ്മിനായ ഒരു മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. അതാണ് നമ്മൾ ആലോചിച്ചിരുന്നു, എന്തപ്പം അങ്ങനെയൊക്കെ. രാവിലെ മുഅ്മിനായവർ, രാവിലെ സുബഹിക്ക് പള്ളിക്ക് വന്നവർ മഗ്രിബാകുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. മഗ്രിബിന് പള്ളിക്ക് വന്നവർ സുബഹിയാകുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. തന്നെയാ നമ്മുടെ ചില വാക്കുകൾ കാരണം, നമ്മുടെ ചില തർക്കങ്ങൾ കാരണം നമ്മൾ ഏത് പാർട്ടിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള പാർട്ടികൾക്ക് വേണ്ടി അന്ധമായി അനുകരിച്ച് അന്ധമായി അവർക്ക് വേണ്ടി വാദിക്കുന്നത്. അങ്ങനെ വാദിക്കുമ്പോ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പോലും വെല്ലുവിളിക്കാൻ അവർ മടിക്കുന്നില്ല. ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് കരിവാരി തേക്കാൻ പോലും അവർ മടിക്കുന്നില്ല. ഇസ്ലാമിന്റെ ചൈതന്യത്തെ ചോദ്യം ചെയ്യാൻ പോലും അവർ മടിക്കുന്നില്ല. തന്റെ പാർട്ടിക്കാർക്കും പാർട്ടി ലീഡേഴ്സിനും വേണ്ടി അന്ധമായി ന്യായീകരിക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. സൂക്ഷിക്കണം നമ്മുടെ നാവിൽ നിന്ന് ഇതുപോലെയുള്ള തർക്കങ്ങളിൽ, ഇതുപോലെയുള്ള സംസാരങ്ങളിൽ, ഇതുപോലെയുള്ള സംവാദങ്ങളിൽ നിരീശ്വരവാദം കടന്നു വരരുതേ. ഇതുപോലെയുള്ള തർക്കങ്ങളിലും സംവാദങ്ങളിലും പരിശുദ്ധ ദീനിനെ പോറലേൽപ്പിക്കുന്ന, പിച്ചിച്ചീന്തുന്ന, കരിവാരിത്തേക്കുന്ന വാക്കുകൾ വന്നുപോയാൽ ഒരു പക്ഷേ രാവിലെ നീ സുബഹിക്ക് പള്ളിക്ക് വന്ന ആളായിരിക്കാം, പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു വരണം, ഷഹാദത്ത് കലിമ തിരിച്ചു വരണം. പക്ഷേ ഞാൻ പുറത്താണോ അകത്താണോ എന്നറിയാത്തവൻ എങ്ങനെ തിരിച്ചു വരാനാണ്? അവർ വിചാരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല മുസ്ലിമീങ്ങൾ എന്നാണ്, ഞങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല മാപ്പിളമാരെന്നാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഞാൻ പുറത്താണോ അകത്താണോ എന്നറിയാതെ എങ്ങനെയാണ് അകത്തേക്ക് വരാൻ പറ്റുക? പുറത്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ അകത്തേക്ക് വരാൻ പറ്റുക. വൈകുന്നേരം പള്ളിക്ക് മഗ്രിബ് നിസ്കരിക്കാൻ വന്ന ഒരാൾ രാവിലെ ആകുമ്പോഴേക്കും മുസ്ലിമായി പോകുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമാണ്.